ആറന്മുളയ്ക്ക് നീങ്ങിയാലോ? ആറന്മുള പാർത്ഥസാരഥി ആശ്മിക്ക് ഓർമ്മയില്ലേ? ആറന്മുള ക്ഷേത്രത്തിൽ നടന്നാണ് ഒരു അമ്മ വിളിച്ചു പറഞ്ഞത്. അയ്യോ, നിലവിളിയായിരുന്നു. ഇന്ന് വെച്ചാൽ ഈ മയക്കുമരുന്ന് കക്ഷികളൊക്കെ അവന്റെ നമ്മള് പുറത്തു പറയരുത്, അവന്റെയൊക്കെ ഊര നോക്കി അടിക്കണമെന്ന് അമ്മ. സുജിത് സുരേന്ദ്രനാണ് നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ചേരുന്നത്. സുജിത്ത്, എന്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തന്നെ ഈ സമയം രാവിലെയൊക്കെ ആകുമ്പോൾ ഭക്തരുടെ വലിയ തിരക്കുള്ള ക്ഷേത്രമാണ്. വിഷു കൂടിയാകുമ്പോൾ അത് 10 മടങ്ങ് ഇരട്ടിയാവില്ലേ? വെൽക്കം ടു വയനാട് സുജിത്ത്. ഓക്കേ, ഹാപ്പി വിഷു. ഹഷ്മി, സുഹൈൽ, ഹാപ്പി വിഷു. ഈ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഭക്തജനങ്ങൾ, ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും കുറേ ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, SKNോട് ഹഷ്മിയോടും ഒക്കെ പറയണം, ഹാപ്പി വിഷു അറിയിക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഇവിടെ വിഷുക്കണി ദർശിക്കുന്നതിന് വേണ്ടി ആറന്മുള ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ രാവിലെ 4 മണി മുതലാണ് വിഷുക്കണി ദർശനം ആരംഭിച്ചത്. ഇനി ഒരു 9 മണി വരെ ദർശനം ഈ വിഷുക്കണി ദർശിക്കാൻ കഴിയുമെന്നാണ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമസ്കാര മണ്ഡപത്തിലല്ല വിഷുക്കണി ഒരുക്കിയിട്ടുള്ളത്, അത് ശ്രീകോവിലിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഭക്തർക്ക് വിഗ്രഹത്തിന് കണ്ടുകൊണ്ട് വിഷുക്കണിയും ദർശിച്ച് മടങ്ങാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിരവധി ആളുകൾ 2 വരികളായി നിന്നാണ് ദർശനം നടത്തുന്നത്. ഇപ്പൊ ആറന്മുളയിൽ എത്തുമ്പോൾ ശരിക്കും ഇവിടുത്തെ വഞ്ചിപ്പാട്ട് കേൾക്കാതെ പോകാൻ കഴിയില്ല. ഇവിടെ എല്ലാ വിശേഷങ്ങൾക്കും, ഏത് വിശേഷമായാലും അവർക്ക് വഞ്ചിപ്പാട്ട് നിർബന്ധമാണ്. അതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി അവർ 24 പ്രേക്ഷകർക്ക് വേണ്ടിയാണ് വഞ്ചിപ്പാട്ട് ആലപിക്കുന്നത്. അത്ര തന്നെ പോന്നു വന്ന് അത്ര തന്നെ പോന്നു വന്ന് തസ്മാകം ഭാഗ്യം ദൈ അത്ര തന്നെ പോന്നു വന്ന് തസ്മാകം ഭാഗ്യം ദൈ അത്ര തന്നെ പോന്നു വന്ന് തസ്മാകം ഭാഗ്യം. ഇങ്ങനെയാണ് വഞ്ചിപ്പാട്ടില്ലാതെ ആറന്മുളക്കാർക്ക് ഒരു വിശേഷങ്ങളുമില്ല. അപ്പോ ഹഷ്മിക്കും SKനും ഹഷ്മിക്കും ഒപ്പം സുഹൈലിനും സമ്പൽ സമൃദ്ധമായ ഒരു വിഷു ആശംസകൾ നേരുകയാണ്.